ശോ, എന്തൊരു കഷ്ടമാണ്. ഇവനിത് എവിടെ പോയി കിടക്കാണ്? അമ്മേ, എന്നെ മനസ്സിലായില്ലേ? ഞാനമ്മേ, അഞ്ജലി. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അമ്മ എന്താ ഇവിടെ? ഞാനേ ഉഷ ഡോക്ടറെ കാണാൻ വന്നതാ. എല്ലാ മാസവും ഉള്ളതാ. മോളെന്താ ഇവിടെ? എന്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നേ, നേഴ്സായിട്ട്. അപ്പൊ അവളെ ഒന്ന് കാണാൻ വന്നതാ. അത് ശരി. ചേട്ടൻ? അവന് സുഖമായിരിക്കണം. ഇത്തവണ പോണേനുമ്പെങ്കിലും എൻഗേജ്മെന്റ് നടത്തണമെന്നുണ്ടായിരുന്നു. നടക്കുമെന്ന് തോന്നണില്ല. മോളെ കണ്ടതിന് ശേഷം 1-2 പേരെ കൂടി കണ്ട്. പക്ഷെ അവനൊന്നും അങ്ങോട്ട് ഇഷ്ടാവണില്ല. അതാ. എന്തു പറ്റി അമ്മേ? അവനെന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാ. എന്നോട് കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് കോള് പോണില്ല. അതാണ്. നോക്കട്ടെ, ഒന്ന് നോക്കിയേ. എന്തു പറ്റിയാവോ? നെറ്റ്വർക്ക് പ്രോബ്ലം എന്തോ ആയിരിക്കും. കുഴപ്പമില്ല, എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഈ നമ്പർ ഒന്ന്. കോള് പോകുന്നുണ്ടമ്മേ. ഹലോ ഹലോ. എടാ. അമ്മയോ? ഇതേതാ നമ്പർ? അത് പിന്നെ പറയാം. നീ എത്താറായോ? ഞാൻ ദേ വന്നോണ്ടിരിക്കുക. അവിടത്തെ കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞ്. ഡോക്ടർ എത്താൻ വൈകി, അതുകൊണ്ടാ താമസിച്ച. നീ എപ്പോ എത്തും? ഞാൻ ഒരു 10 മിനിറ്റ്. അപ്പൊ അരമണിക്കൂർ. പോമേ, ഞാൻ ദേ എത്തി. എന്നാ ശരി, വേം വാടാ. ഓക്കെ. ശരി. ഇതാ മോളെ, കിട്ടി. ഹലോ. എടാ, നിന്നെ ഞാൻ കണ്ട്. ഞങ്ങൾ ഈ നേരെയുള്ള ബേക്കറിയിലുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വാ. ഞങ്ങളോ? ആരാ കൂടെ? അല്ല, ഇതാര നമ്പറാ? അതൊക്കെ നേരിട്ട് പറയാം. നീ ഇങ്ങോട്ട് വാ. അന്ന് അമ്മയൊക്കെ വന്നു പോയ പിന്നെ 2 കൂട്ടരും വന്ന് കാണാന്. അച്ഛനാവൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. സത്യം പറഞ്ഞ എനിക്ക് മനസ്സുകൊണ്ടൊരു താല്പര്യം തോന്നിയത് അമ്മേനോടും ചേട്ടനോടും മാത്രം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണല്ലോ. അത് ശരിയാ. അച്ഛനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. അഞ്ജലി പറ. അവൻ വന്നല്ലോ. ഞാൻ അമ്മേനെ അവിടെ നോക്കുമായിരുന്നു. നിന്നെ കാണാതായപ്പോ മോളുമായിട്ട് ഒരു നാരങ്ങവെള്ളം കുടിക്കാന്ന് കരുതി. മോളോ? ഇരിക്കടാ. നീ എന്താ അവളോടൊന്നും മിണ്ടാത്ത? അല്ല, എന്താ അവിടെ? ഞാൻ അമ്മ പോയ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ കാണാൻ പോയതാ. അപ്പളാ അമ്മയെ കണ്ടത്. ഞാൻ നിന്നെ വിളിച്ചിട്ട് കോള് പോണില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് മോളെ കണ്ടത്. അതുകൊണ്ട് നന്നായി. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്താ? ഇവിടെ കഴിച്ചാ പിന്നെ അവിടെ പോകുമ്പോൾ ഞാൻ മറന്നുപോയി. ഞങ്ങളെ ഇവൻ നാട്ടിലുള്ളപ്പം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പം തിരിച്ചു പോണ വഴി ബീച്ചിൽ പോവേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അതാ. ഓക്കെ. മോള് വാ, നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് പോണ വഴി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ, അത് ചുമ്മാ വാന്നേ, ഒരു രസമല്ലേ. വരാം. എന്നാ പോയേക്കാം. ബാ. മണിമയിൽ പീലിയാകും കണ്ണിൽ കുട നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരുമനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ മാറി മുകിലേ കൂടെ പൊഴിയൂ
ആശ്വാസങ്ങൾ വേഗം തേടുന്നു. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്നു പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും ഇഴിച്ചിന്തിമായുന്നു നാണം പൊതിയേ. കനവുകളെല്ലാം കാതിൽ പറയുകമല്ലേ, ഞാനോ അതിലികൾ നീർത്ത പാട്ടിലുള്ള ശ്രുതിയാവാം. നിലവുകളെല്ലാം പ്രാവായി കുറുകുവിനേരം ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന്ന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ഭാവുകം. ചിരികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. കണ്ണിൽ കുട നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരുമനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന് പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും ഇഴിച്ചിമ്മിമായുന്നു നാണം പൊതിയേ. മോളെ അവര് വന്നോ? സംസാരിച്ച് വെച്ചത് നോക്കുമ്പോൾ അവർക്ക് ഓക്കെ എന്ന രീതിയിലാണ് പോയേ. അച്ഛനും മാമനും എല്ലാവർക്കും ഇഷ്ടമായി. മോൾക്ക് ഇഷ്ടായോ? അങ്ങനെ ചോദിച്ചാ സംസാരിച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇഷ്ടായി. അച്ഛൻ ആദ്യമായിട്ട് ഇത്ര പോസിറ്റീവായിട്ട് പറയുന്നേ. അല്ല, മോള് പറഞ്ഞത് ആള് UK-ലാണെന്നല്ലേ? നാട്ടിലുള്ളവർക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവത്തെ. ഞാനത് ചോദിച്ചു അച്ഛനോട്. അപ്പൊ അച്ഛൻ പറഞ്ഞു നിന്റെ ഭാഗ്യമാണ്, നല്ല കുടുംബക്കാരാണെന്നൊക്കെ. മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്.
ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എടാ നീ തന്നെയല്ലേ പറഞ്ഞ ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം എന്നുള്ളത്. എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ തന്നെ കെട്ടണം. നീ എന്തേലും ഒരു വഴി പറ. എന്തോ വിട്ടളയെന്ന് തോന്നുള്ള ദൈവമായിട്ട് കൊണ്ടു തന്ന പോലെ എനിക്ക് തോന്നണം. അല്ലെങ്കിൽ പിന്നെ ഇതിന് അവൾ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വന്ന്. നീ ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. എടാ അവളുടെ തന്തപ്പിടി പറഞ്ഞ ഓർമ്മയില്ല നിനക്ക്? നാട്ടിലുള്ള ഏതെങ്കിലും ചെറുക്കന്മാർക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുള്ളൂന്ന്. എടാ നിന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇറക്കിയ ഒരു അടവാണിത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. നമുക്ക് അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് തന്നെയല്ലടാ ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞേ. അപ്പൊ നീ എന്നോട് എന്താ പറഞ്ഞേ? ആക്കെ വിട്. എടാ നീ ഇതും പറഞ്ഞോണ്ട് അവളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ നിന്നോട് എങ്ങനെ പ്രതികരിക്കാന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? അവള് തന്നെ വിശ്വസിക്കോ? എടാ അവള് തന്നെ ആട്ടി ഇറക്കി വിടും. പോണെങ്കി പോട്ടെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ശ്രമിക്കാത്തതിന്റെ പേരിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യണ്ടല്ലോ. എടാ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ ഇതൊരുമാതിരി സെൽഫിഷ് പരിപാടിയാണ്. അവൾ ഇത്രയും കാലം സ്നേഹിച്ച അവളുടെ അച്ഛന്റെ നാറിയ മുഖംമൂടിയാണ് നമ്മൾ വലിച്ചു കീറാൻ പോകുന്നത്. ഇല്ലാത്തൊന്നുമല്ല പറയാൻ പോണേ, സത്യമല്ലേ? പുള്ളിയൊന്ന് സംസാരിച്ചു നോക്കിയിട്ട് പുള്ളി ഒരു നാറിയാണ്. നീയും കേട്ടതല്ലേ? അപ്പൊ പിന്നെ കുറ്റബോധത്തിന്റെ കാര്യമൊന്നുമില്ല. നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. എന്താടാ രണ്ടും കൂടെ പരിപാടി? ഒന്നുമില്ല. ഞങ്ങൾ ചുമ്മാ. നിനക്ക് അഞ്ചുമോളെ ഇഷ്ടാണോ? ആരെ? എടാ പുത്ര, നിനക്ക് അഞ്ജലി മോളെ ഇഷ്ടാണോന്ന്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ആണോ അല്ലയോ? അല്ല. എന്താന്ന്? അല്ല, ഇഷ്ടാണ്. എന്തി? കല്യാണം കഴിക്കുന്നോ? അതിന് പുള്ളിക്കാരിയുടെ അച്ഛൻ സമ്മതിക്കണ്ടേ? നീ നാളെ അഞ്ജലി മോളെ വിളിക്കണം. നിനക്ക് പറയാനുള്ളതൊക്കെ പറയണം. ബാക്കി കാര്യമൊക്കെ അമ്മ നോക്കിക്കോളാം. കേട്ടല്ലോ? എടാ ഞാൻ ഏറ്റുന്ന്. എടാ നിനക്ക് വണ്ടി ഓടിക്കാനുള്ളതല്ലേ, കൂടുതലാവണ്ട. ഇല്ല നിർത്തി. ഇതും കൂടെ ഉള്ളു. നിർത്തിക്കോ. എനിക്കറിയാം തനിക്ക് അച്ഛനാണല്ല എന്ന്. അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് എതിർത്ത് താനൊന്നും ചെയ്യില്ല എന്നും അറിയാം. പക്ഷെ എനിക്കെന്തോ തന്നെ വിട്ടുകളയാൻ തോന്നണില്ല. അമ്മയ്ക്കും ഇനി തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയുമെന്നും അറിയില്ല. എനിക്കും അങ്ങനെ തന്നെയാ. ഞാൻ പലവട്ടം ആലോചിച്ചു തന്നോടത് പറയണോ വേണ്ടയോന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കാലത്തും സമാധാനം കിട്ടില്ല. ഞാനത് പറഞ്ഞ താനെങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല എനിക്കറിയില്ല. എന്താ പ്രശ്നം? എന്തു പറ്റി? എന്താണല്ലോ എന്നോട് പറഞ്ഞോ? എന്നോടല്ലേ പിന്നെന്താ? എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് നിനക്കറിയാലോ? ആ അറിയാം. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നതല്ലേ. അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ? ആ ബ്രേക്കപ്പിന് ശേഷം എൻ്റെ മെൻ്റൽ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അത്രയും നാൾ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവും. അന്നൊക്കെ രാത്രി കണ്ണടച്ച അവളുടെ സംസാരമായിരുന്നു എൻ്റെ മനസ്സിൽ. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ കേൾക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാ ഞാൻ നാൻസിയെ കണ്ടുമുട്ടുന്നത്. എൻ്റെ മുന്നിൽ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഒരു കാഷ്വൽ മീറ്റ് മാത്രമായിരിക്കുന്നത് ഞാൻ കരുതിയത്. നാൻസി എന്നെ ഒരു മടുപ്പും കൂടാണ്ട് കേട്ടിരുന്നു. പിന്നീട് ഞങ്ങൾ പലവട്ടം കണ്ടു. അന്നൊക്കെ എനിക്ക് നാൻസി വലിയൊരു റിലീഫായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് നാൻസി എന്നാണ്. ഇതൊക്കെ നീ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ അന്ന് അതെൻ്റെ ശരികളായിരുന്നു. നാൻസിയായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഇതൊക്കെ ഒരു 4 വർഷം മുമ്പാണ്. അത് മറന്നേക്ക്. എന്നോടെല്ലാം തുറന്നു പറഞ്ഞല്ലോ, അത് മതി. പക്ഷെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. രോഹിത്തിൻ്റെ ആൽബത്തിൽ തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് നീയാണ് എൻ്റെ പെണ്ണെന്ന്. വീട്ടിൽ വന്ന്
എല്ലാം സംസാരിച്ച് അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത് വരെ അതങ്ങനെ തന്നെയായിരുന്നു. അച്ഛനെന്താ? അച്ഛൻ്റെ ഫോട്ടോ അച്ഛനെന്താ പ്രശ്നം? ഇത്രയും കാലം ഞാൻ ഒരു കല്യാണം പോലും കഴിക്കാതെ ജീവിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ. ആ നീയാണ് ഇന്നെൻ്റെ തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചത്. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആ ബിബിൻ്റെ കാര്യം, ആ ആലോചന ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അതിന് വ്യക്തമായൊരു കാരണമുള്ളതുകൊണ്ടാണ്. അത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാ. അളിയ, മോക്കതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്താൽ പോരെ? അവളുടെ സന്തോഷമല്ലേ അളിയ നമുക്ക് വലുത്. രതീഷ, നീ എന്തായിരുന്നിട്ടാ ഈ പറയണത്? ആ ബിബിൻ്റെ ആലോചന അത് ശരിയാവില്ല. അത് അളിയ, ഞാൻ അന്വേഷിച്ചിടത്തോളം വെച്ചിട്ട് നല്ലൊരു പയ്യനാ. പിന്നെ ഈ സർക്കാർ ജോലി ഇല്ലയെന്ന് വെച്ചപ്പോൾ എന്താ? ഇപ്പം ഈ വന്നിരിക്കുന്ന ആലോചന സർക്കാർ ജോലിയാണോ? ഷെഫല്ലേ? അല്ല, എനിക്ക് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക. അളിയുടെ പ്രശ്നം എന്താ? രതീഷ, നീ ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അച്ഛാ, ബിബിൻ എല്ലാം പറഞ്ഞു എന്നോട്, എല്ലാം. അവനോ? അവനെന്തു പറഞ്ഞു എന്ന്? എന്താവാൻ? ഒന്നായില്ല, ആവാൻ പോണേ ഉള്ളൂ. നിനക്കെന്തടാ? വെച്ചിട്ട് പോടാ. കൊണ്ട് എടാ, നിനക്കെന്തടാ? നിങ്ങോട്ട് വിളിച്ചോണ്ടല്ലോ, വെച്ചിട്ട് പോടാ. ജിനു, അവൻ ചുമ്മാ. നമുക്ക് കിടന്നാലോ? അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? അച്ഛനെ അറിയാം, എൻ്റെ ഇഷ്ടങ്ങളും. പേടിക്കണ്ട, അവൾക്കിപ്പോഴും നിങ്ങളവളുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞില്ല, പറയാൻ വേണ്ടി തന്നെയാണ് പോയെ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. അവളുടെ ഹീറോ ആയിട്ടുള്ള അച്ഛന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞാൽ അവളത് സഹിക്കില്ല. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തണം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. പോട്ടെ. അന്ന് ഞാൻ ലോഡ്ജിൽ നിന്ന് നാൻസിയായിട്ട് ഇറങ്ങി വന്നത് തൻ്റെ അച്ഛൻ്റെ മുന്നിലേക്കായിരുന്നു. ആ ലോഡ്ജിലെ നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ആയിരുന്നു തൻ്റെ അച്ഛൻ. നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ? ചെന്ന് നോക്കിയേ. ഇപ്പൊ വരാവേ. അളിയ, നീയാ? അളിയാ, സർപ്രൈസ് ആയില്ലേ? പിന്നെ സർപ്രൈസ് വരാൻ പറ്റിയ സമയം. കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പോകുന്നു. നന്നായി. ആ പെങ്ങളെ, ഞാൻ ആന്റണി, ഇവന്റെ സ്കൂളിൽ നിന്നിട്ടുള്ള ഫ്രണ്ടാ. അതും പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? അളിയ, നിനക്ക് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. തീർന്നില്ലേ? മോളു കേറി വാ.